മുസ്ലിം ലീഗ് നേതാവും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന കുളത്തൂർ ടി മുഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് MES പ്രസിഡന്റ് ഡോക്ടർ PK ഫസൽ ഗഫൂറിന് സമ്മാനിച്ചു. പെരിന്തൽമണ്ണയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എൻഡോവ്മെന്റ് സമർപ്പിച്ചത്. കുളത്തൂർ മൗലവി എഡ്യൂക്കേഷണൽ ട്രസ്റ്റും പുറമണ്ണൂർ മജ്ലിസ് വിദ്യാഭ്യാസ കോംപ്ലക്സും സംയുക്തമായി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച കുളത്തൂർ ടി മുഹമ്മദ് മൗലവി അനുസ്മരണ ചടങ്ങിലാണ് ഡോക്ടർ PK ഫസൽ ഫറൂഖിന് എൻഡോവ്മെന്റ് സമർപ്പിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഡോക്ടർ ഫസൽ ഗഫൂറിന് പുരസ്കാരം സമ്മാനിച്ചത്. അനുസ്മരണ സമ്മേളനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുളത്തൂർ ടി മുഹമ്മദ് മൗലവിയും ഡോക്ടർ ഫസൽ ഗഫൂറും ഏറെ സാമ്യതയുള്ളവരാണെന്നും വിദ്യാഭ്യാസ, മത, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ രണ്ടുപേരുടെയും സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും തങ്ങൾ പറഞ്ഞു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയക്കാരും അധ്യാപകന്മാരാണ് ഇന്ന് എന്നുള്ളതാണ്. ഗഫൂർ സാഹിബ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ഫസൽ ഗഫൂർ സാഹിബ് രാഷ്ട്രീയക്കാരനായ ഡോക്ടറായ രാഷ്ട്രീയക്കാരനാണ്, നല്ല പ്രഭാഷകനാണ്. മൗലവി സാഹിബിനെ പോലെ തന്നെ നല്ല സംഘാടകനാണ്. മൂന്നും കാര്യങ്ങളിൽ അവർ നല്ല ചേർച്ചയുണ്ട്. മൗലവി സാഹിബ് നല്ല സംഘാടകനാണ്, എല്ലാവർക്കും അറിയാലോ. നല്ല അധികാരം പ്രയോഗിക്കാൻ മികവുള്ള ആളാണ് മൗലവി സാഹിബ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ട കാര്യം. അപ്പൊ സംഘാടനവും അധികാരവും അതുപോലെ തന്നെ സേവനവും, ജനസേവനം എല്ലാ മേഖലകളിലും ഓടിയെത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ രണ്ടുപേരും പുലർത്തുന്ന അല്ലെങ്കിൽ പങ്കുവെക്കുന്ന സാമ്യത, നല്ല പ്രഭാഷകൻ എന്നുള്ള കാര്യത്തിലും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രഭാഷകരാണ് ആദരണീയനായ ഫസൽ ഗഫൂർ സാഹിബ്. മൗലവി സാഹിബ് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രഭാഷണ കലയിൽ അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത പ്രത്യേകമായിട്ടുള്ള ചില ശൈലികളൊക്കെ ഉണ്ടായിരുന്നു. മർമ്മം കലർത്തിയിട്ടാണ് പറയാൻ. വായിച്ചെടുത്ത അറിവ് ധാരാളമുണ്ട്, പഠിച്ചറിഞ്ഞ അറിവുണ്ട്. അത് മതപഠനമുണ്ട്, അക്കാഡമിക് യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ഉപരിയായി അദ്ദേഹം ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തായിരുന്നു. ആ അനുഭവ സമ്പത്തിനെ പഠന രൂപത്തിൽ അദ്ദേഹം സദസ്സിന് മുമ്പിൽ സമർപ്പിക്കുമായി. EMS-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ പുരസ്കാരം വഴിവെക്കട്ടെ എന്നും തങ്ങൾ ആശംസിച്ചു. ഡോക്ടർ ഫസൽ ഗഫൂർ മറുപടി പ്രസംഗം നടത്തി. കേരളത്തിൽ സമാധാനം, സെക്യുലറിസം നിലനിൽക്കുന്നതിന് ഏറ്റവും വലിയ കാരണം പാണക്കാട് തങ്ങന്മാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നല്ല പറഞ്ഞത് 1921 പശ്ചാത്തലം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥിതി വിശേഷം ഉള്ളപ്പോൾ തങ്ങന്മാർ വന്നതിന് ശേഷം ഇവിടെ വളരെ സമാധാനം. അതുകൊണ്ട് ആ ബന്ധം MES-ഉം ഞാനും പൂക്കോയത്തങ്ങളായിട്ടില്ല, വാപ്പയായിട്ടാണ് ബന്ധമുള്ളത്. പിന്നെ നമ്മുടെ ശിഹാബ് തങ്ങൾ വന്നപ്പോഴും, ഹൈദർ അലി തങ്ങൾ വന്നപ്പോഴും, ബഷീർ അലി തങ്ങൾ വന്നപ്പോഴും, മുനവർ അലി തങ്ങൾ വന്നപ്പോഴും, സാദിഖ് അലി തങ്ങൾ വന്നപ്പോൾ ആ ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതായത് നേരിട്ട് ഞാൻ വിളിക്കുന്നു സാദിഖ് അലി തങ്ങൾ എന്നെ നേരിട്ട് വിളിക്കും. അതാണ് എൻ്റെ. അപ്പൊ അത്രയും സ്നേഹബന്ധം ആണ് പാണക്കാട്. P. അബ്ദുൽ ഹമീദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ KT അഷ്റഫ് ഫസൽ ഗഫൂറിനെ പരിചയപ്പെടുത്തി. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, MLA-മാരായ മനളാംകുഴി അലി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നജീബ് കാന്തപുരം, നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, OC സലാഹുദ്ദീൻ, KSA തങ്ങൾ, ഉസ്മാൻ താമരത്ത്, AK നാസർ, AK മുസ്തഫ, കൊളത്തൂർ മൗലവി ട്രസ്റ്റ് അംഗം CH ഹംസ മാസ്റ്റർ, കൺവീനർ സലീം കുരുവമ്പലം, ട്രഷറർ CP ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.